പിന്നെ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും നമ്മൾ പറയുന്ന നമ്മുടെ ഈ സംസാരം അവര് കേൾക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ സംസാരത്തില് നിങ്ങൾ പറഞ്ഞതിലോ ഞാൻ പറഞ്ഞതിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളിപ്പോ റഖീബിനെ അതീദിനെയും വിളിച്ചിട്ട് പറയാണ് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്, ആ റെക്കോർഡിന് അതൊന്ന് തിരുത്തണം. റഖീബിനോട് ഞാൻ പറയാണ് അതാണ് ചോദിച്ചത്. അത് അങ്ങനെ റഖീബും അതീദും നമ്മളിത് കേൾക്കും, നമ്മുടെ സംസാരം കേൾക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണെന്ന് എനിക്ക് വാദമല്ല. യഥാർത്ഥത്തിൽ അബ്ദുസലാം സുല്ലമി അത് തന്നെയാണ് പറഞ്ഞത്. അയാൾക്ക് ലേശം ഇത് പറ്റില്ല. അതായത് ഇങ്ങനെ അവര് കേൾക്കും, അറിയും, മലക്കുകൾ നമ്മളുടെ സംസാരം കേൾക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മള് ആ മലക്കിനെ വിളിച്ചാൽ സഹായം തേടിയാൽ അത് ശിർക്കാണ്. അതല്ല പ്രശ്നം. മൗലി ശ്രദ്ധിക്ക്. ആ ഫോൺ തൊളി എടുത്തളി കുഴപ്പമില്ല. അതായത് ഇപ്പൊ മൗലി പറഞ്ഞ പ്രകാരം നമ്മുടെ സംസാരം റഖീബും അതീദും കേൾക്കുന്നു. എടുത്തൊളി വേണമെങ്കിൽ വീട്ടുന്നല്ലേ ആയിക്കോട്ടെ സാർ. അപ്പൊ ഈ മറുപടി കേൾക്കി, ഇതും ശ്രദ്ധിക്ക്. അതായത് ഇപ്പൊ മൗലി പറഞ്ഞതാണ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏത് വാക്കുച്ചരിച്ചാലും റഖീബും അതീദും കേൾക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ റഖീബ് അതീദിനെയും ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അയാൾ നമുക്ക് ഓതാനുള്ള ആയത്തേതാ? ഇൻതദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. പറയാം, പറഞ്ഞല്ലോ. അല്ല, ഇവിടെ അത് തർക്കമില്ല, അതിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല. അത് ശിർക്ക് തന്നെയാണ്, സംശയമേ ഇല്ല. കാരണം അതല്ല ശിർക്കല്ല പറഞ്ഞത്. ഏതാണ് അതല്ലേ പറഞ്ഞോണ്ടിരുന്നത്? എത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്ക്. അതാ പറഞ്ഞത്. അതായത് റഖീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാൽ റഖീബ് അതീദ് നമ്മുടെ ദുആ കേൾക്കൂല. അതാ വ്യത്യാസം. ഇൻതദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. റഖീബ് അതീദ് ഞാൻ വിളിച്ചാൽ റഖീബ് കേൾക്കൂല. ഇത് ഞാൻ ഇപ്പൊ വിളിക്കാണ്, റഖീബ് അതീദ് എന്ന് വിളിച്ചാൽ കേൾക്കൂല. വിളിച്ചാൽ കേൾക്കൂല, ദുആ കേൾക്കൂല, സംസാരം കേൾക്കുള്ളൂ. അതെ, അതാണ് വ്യത്യാസം. ആ ദുആ അല്ലാത്ത വിളി ഏതാണ്? ദുആത്തെ വിളിയില്ലേ? ഏതാണ്? കാരണം വിളി കേട്ടല്ലോ. അതാ ഞാൻ ആദ്യത്തിൽ ചോദിച്ചത്. അതിനാണ് നമ്മളെ ബഹുമാനപ്പെട്ട കാന്തപുരം പറഞ്ഞത് തന്നെ. എല്ലാ വിളിയും ഇപ്പൊ നിങ്ങൾ പറഞ്ഞതല്ലേ, ശിർക്കാകുന്ന വിളിയുണ്ട്, ശിർക്കല്ലാത്ത വിളിയുണ്ട്. നിങ്ങളും പറയുന്നതാണ്. ഇപ്പൊ നിങ്ങൾ നിങ്ങളോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അതില് സഹായത്തേട്ടത്തില് ശിർക്കാകുന്നതുണ്ട്, ഇല്ലാത്തതുണ്ട്. അല്ല, അതല്ല പറഞ്ഞു. പക്ഷെ ഏതാണ് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നിങ്ങൾ പറയണം. അതിനാണ് ഈ ഉദാഹരണം തന്നെ മതി. റഖീബും അതീദും നമ്മുടെ വിളി കേൾക്കുന്നു, പ്രാർത്ഥന കേൾക്കൂല. ഞാൻ ഇപ്പൊ റഖീബ് അതീദ് പ്രാർത്ഥിച്ചു, കേൾക്കൂല. അവർ കേട്ടിട്ടില്ല. ഇല്ല, പ്രാർത്ഥന കേൾക്കൂല. പ്രാർത്ഥന കേൾക്കാൻ വിളിച്ചാൽ റഖീബ് എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ റഖീബ് എന്റെ കിതാബില് ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചതിൽ എന്തെങ്കിലും ഒരു തിരുത്ത് കൊടുക്കണം, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയതാണ്, തിരുത്തണം എന്ന് പറഞ്ഞാൽ അതവർ കേൾക്കൂല. ആ വിളി കേൾക്കും, പ്രാർത്ഥന കേൾക്കൂല. കാരണം ദുആ കേൾക്കാൻ അല്ലാഹ്ക്കേ കഴിയുള്ളൂ. ആ ഖുർആൻ കേൾക്കും, കേൾക്കൂല. പക്ഷെ ഉത്തരം ലാ യസ്മഉ ദുആഅക്കുന്നു മാത്രമല്ല അല്ലാഹ് പറഞ്ഞത്. ഇങ്ങനത്തെ ചില ആൾക്കാർ അവസാനത്തെ കാലത്ത് വരും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അല്ലാഹ് പറഞ്ഞത് വലൗ സമിഉ മസ്തജാബു ലക്കും. അതിനാണ് പണ്ട് കേട്ടാൽ തന്നെ അവരെന്ത് ചെയ്യൂല? ഉത്തരം ചെയ്യൂല. അപ്പൊ റഖീബിനെ അനത്തിയതിനും വിളിച്ചാൽ കേൾക്കും, പക്ഷെ എനിക്കും ഒരു ഉത്തരം ചെയ്യൂല, എന്റെ റെക്കോർഡിന് തിരുത്തൂല. അതാണ് അവര് എന്ത് ചെയ്യില്ല, കേട്ടാലും മസ്തജാബുലക്കും. അപ്പൊ അല്ലാഹു മാത്രമല്ല പരലോകത്ത് അവർ നിഷേധിക്കും ചെയ്യും. അവര് പറയും ഞങ്ങളാരെ മലക്കുകൾ പറയും ഞങ്ങളല്ല വിളിച്ചത്, ജിന്നുകളാണ് വിളിച്ചത്. അപ്പൊ അത് പ്രകാരം ചില സമയത്തെങ്കിലും ദുആ കേൾക്കും എന്നാണോ അർത്ഥം? ദുആ കേൾക്കുന്നോ? ഇല്ല, അത് ഏറ്റവും വലിയ അപകടമാണ്. ദുആ കേൾക്കൂല. മൗലവി, ദുആ കേൾക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ. ദുആ ഞാൻ വിശ്വസിക്കുന്നു, ദുആ കേൾക്കാൻ റഹ്മാനായ റബ്ബിന് മാത്രമേ സാധിക്കൂ. ഒരു പഠിപ്പിനും കഴിയില്ല. മലക്കുകൾ കേൾക്കാൻ കഴിയും? ഇല്ല, അത് അപകടമാണ്. ഞാൻ ജിബ്രീലിനെ വിളിച്ചാൽ ജിബ്രീൽ കേൾക്കൂലേ? അത് അങ്ങനെയാണെങ്കിൽ വലൗ സമിഉ എന്ന് പറയുന്നിടത്ത് ഒട്ടുമിക്ക മുഫസ്സിരീങ്ങളും ഫർളൻ എന്ന് കൊടുത്ത് സങ്കല്പിച്ചാൽ, എന്തിനാ സങ്കല്പം അവിടെ അല്ല പറഞ്ഞത്. പിന്നെ സങ്കല്പം പറഞ്ഞ എവിടെ അറിയോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. ജിന്നും പിന്നെ മലക്കും പറഞ്ഞിടത്തല്ല സങ്കല്പം പറഞ്ഞു. അതിന്റെ മുന്നേ ഖുർത്തുബിയൊക്കെ വിശദീകരിക്കുന്നത് എന്താ വെച്ചാല് അവിടെ ഈ ജമാഅത്തായ വസ്തുക്കളാണ്.
അതായത് കല്ല്, മരം, വിഗ്രഹങ്ങൾ, പ്രതിഷ്ഠകൾ. അവര് വിളിച്ചാൽ കേൾക്കൂല. ഇനി അവർ കേൾക്കുന്നു സങ്കല്പിക്കുക, എന്നാൽ ഉത്തരം ചെയ്യൂല. അല്ലാതെ മലക്കിന്റെയും ജിന്നിന്റെയും കാര്യം പറഞ്ഞുകൊടുത്ത് സങ്കല്പം പറഞ്ഞിട്ടില്ല. അതിന്റെ മുന്നാണ് ജമാഅത്തുകളെ സംബന്ധിച്ച് കല്ല്, മരം, പ്രതിഷ്ഠകൾ പറഞ്ഞിടത്താണ് സങ്കല്പിക്കുക എന്ന് പറഞ്ഞത്. അല്ലാതെ യഥാർത്ഥത്തില് അതല്ലേ കാന്തപുരത്തിന്റെ വാദം? കാന്തപുരം പറഞ്ഞാ ഇത് ഹജറാണ് മൗലവി, ഷജറാണ് മൗലവി എന്ന് കാന്തപുരം പറഞ്ഞു. അവിടെയാണ് സങ്കല്പിച്ചത്. കാന്തപുരത്തിന്റെ വാദം അതല്ല. കാന്തപുരം ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ്. അതായത് നമ്മൾ ജീവിച്ചിരിക്കണ മൊയ്തീനും വിളിക്കുന്നുണ്ട്, പിന്നെ മരിച്ച മൊയ്തീനും വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്ന് വെച്ചാൽ മൂപ്പര ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന പറഞ്ഞാല് ഇപ്പൊ ഈ മുടിപ്രശ്നം ഉണ്ടായി, അല്ല മുടിപ്രശ്നം, ഈ ജിന്ന് പ്രശ്നം തന്നെ. ജിന്ന് പ്രശ്നം ഉണ്ടായപ്പോ മൂപ്പര് പറഞ്ഞ എന്താ, ഇപ്പൊ ഇവിടുത്തെ തർക്കം ജിന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. എന്നാ നമുക്കിടയിലുള്ള തർക്കം അതെല്ലാം പറഞ്ഞ ആ രൂപത്തിലാണ് അയാൾ തെറ്റിദ്ധരിപ്പിക്കണേ. അല്ല ജമാഅത്തിനെ സംബന്ധിച്ചല്ല. നിങ്ങളിപ്പോ പറഞ്ഞ പ്രകാരം അവര് ജമാഅത്തിനെ സംബന്ധിച്ച് അവര് പറഞ്ഞെന്താണ്, അതായത് ഇപ്പൊ മൗലവി പറഞ്ഞ പ്രകാരം കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്ന് പറഞ്ഞത് വിഗ്രഹങ്ങൾക്കാണ്, മരങ്ങൾക്കാണ്, അത് ജിന്നിനും മനുഷ്യനുമല്ല. ഞാൻ പറയുന്നു കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്ന് പറഞ്ഞത് ഏത് മഖ്ലൂക്കിനും ബാധകമാണ്. കാരണം ദുആ കേൾക്കാൻ റഹ്മാനായ റബ്ബിനല്ലാതെ കഴിയില്ല. അതാണ് വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവിടെ ഹും എന്നാണ് പറഞ്ഞത്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദുനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു. ഉത്തരം ചെയ്യാത്തവരെ ദുആ ചെയ്യുന്നവനേക്കാളും വഴിപഴിച്ചവൻ ആര്? അവിടെ മന്നാണ്, ആ ബുദ്ധിയുള്ളവരെ പറ്റിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. ആ ആളെ പറ്റി എന്ത് പറഞ്ഞു? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ആ മന്ന് അത് ഇൻസാവാം, ജിന്നാവാം, മലക്കാവാം, അമ്പിയാക്കളാവാം, അല്ലാത്തവരാവാം, അവരൊക്കെ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവന്റെ പ്രാർത്ഥനയെ കുറിച്ച് അശ്രദ്ധരാണ്. നേരത്തെ മൗലിയാളോ ആയത്തോതിയത്. ഈ ആയത്തിന്റെ നസ്സുപ്രകാരം ലോകത്ത് റബ്ബല്ലാത്ത ഒരാളും ദുആ കേൾക്കൂല. അവരൊക്കെ ഗാഫിലീങ്ങളാണ്, അശ്രദ്ധരാണ്. ഈസാ നബിയെ കോടാനക്കോടി ക്രിസ്ത്യാനികൾ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും ഈസാ നബി പറയുന്നത് എന്താ? പരലോകത്ത് ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ്, നീ എന്നെ പൂർണ്ണമായി ഏറ്റെടുത്ത ശേഷം നീയാണ് റബ്ബേ എല്ലാം നിരീക്ഷിക്കുന്നവൻ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവരൊക്കെ വിളിച്ചത് ഈസാ നബി കേട്ടിട്ടേ ഇല്ല. ഈസാ നബി മരിച്ചിട്ടില്ല, ആകാശത്തുണ്ട്. എന്നിട്ടും ഈ കോടിക്കണക്കിന് ക്രിസ്ത്യാനികളുടെ ദുആ ഈസാ നബി അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ദുആ കേൾക്കാൻ റബ്ബിനല്ലാത്ത ഒരു ശക്തിക്കും കഴിയില്ല. അത് കല്ലിനും കഴിയൂല, മനുഷ്യനും കഴിയൂല, ജിന്നിനും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയൂല, ആർക്കും കഴിയില്ല. എന്താണ് മൗലിക നിങ്ങൾ അങ്ങനെ വെക്കാൻ? യഥാർത്ഥത്തില് മൗലി ഇവന്റെ പ്രവർത്തനങ്ങൾ മലക്കൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്. ആ പ്രവർത്തനം രേഖപ്പെടുത്തും, ആ പ്രവർത്തനം രേഖപ്പെടുത്തും. എന്ത് രേഖപ്പെടുത്തും? ഇവൻ ശിർക്ക് ചെയ്തു രേഖപ്പെടുത്തും. അതേ കേട്ടിട്ടുണ്ട്, ഇവൻ ശിർക്ക് ചെയ്തു എന്ന് രേഖപ്പെടുത്തും. എന്നാൽ റഖീബിനോടുള്ള ഉത്തരം ചെയ്യൂല, കേൾക്കൂല. റഖീബിനോട് വിളിക്കാൻ പറ്റൂല, വിളിക്കാൻ ഏതായാലും പറ്റൂല. നിർത്തുകയാണ്. അതായത് മലക്കുകൾ കേൾക്കും, കേട്ടെങ്കിലല്ലേ അവർക്ക് ഇവൻ ശിർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ അവർ നമ്മൾക്ക് ഒരു ഉത്തരം ചെയ്യൂല. നമ്മൾ ആവശ്യപ്പെട്ട കാര്യം ഒരു നിർവഹിച്ചിട്ട് നമ്മളെ പേരിൽ ഒരു ചാർജ് അവരെ ലിസ്റ്റിലുണ്ടാവും. ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട്, അതിനുള്ള ഒരു പരലോകത്ത് നിഷേധിക്കുന്നത്. അത് കേൾക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അത് മലക്ക് പ്രാർത്ഥിച്ചാൽ തന്നെ ഇപ്പൊ ഇസ്രാഫിലെ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചാല്, അല്ലെങ്കിൽ റക്കീബ് അത്തീതെ എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ എന്റെ റെക്കോർഡിൽ എന്തെങ്കിലും തിരുത്തു വരുത്തണേ എന്ന് റക്കീബിനോടും അത്തീദിനോടും നമ്മൾ പറയുമ്പോ അല്ലെങ്കിൽ അപേക്ഷിക്കുമ്പോ അതവർ കേട്ട് രേഖപ്പെടുത്തും. പക്ഷെ ഒരു സമീഴവും മസ്തജാബുലക്കും ഒരു ഉത്തരം നമുക്ക് കിട്ടൂല. അതെ, അതുകൊണ്ട് അവരെ വിളിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് മൊയ്തീൻ ശൈഖിനെയും ബദരീങ്ങളെയും ഇബ്രാഹിം നബീനൊക്കെ വിളിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് അവര് ഈ മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്നത് ശിർക്കാണ് എന്ന് പറയുന്നത് പോലെ ജിന്നിനെയും മലക്കിനെയും വിളിക്കുന്നത് ശിർക്കാണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസത്തിലാണ് അത്. ഇൻഷാ അല്ലാഹ് അതിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതിൽ സത്യം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ് വേണ്ടി ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അവസരം ഒഴിഞ്ഞു കൊടുക്കണം. അസ്സലാമു അലൈക്കും. അപ്പൊ ഏതായിരുന്നാലും മൊഹീദ്ദീൻ ഷെയ്ഖും ജിന്നും ഒരുപോലെ തുലനപ്പെടുത്താൻ നിവൃത്തിയില്ല. കാരണം മൊഹീദ്ദീൻ ഷെയ്ഖ് കാണുമെന്നും കേൾക്കുമെന്നും വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വന്നു. ജിന്നും മലക്കും കാണുമെന്നോ കേൾക്കുമെന്നോ വിശ്വസിച്ചാൽ ശിർക്കല്ല.
എന്നാൽ ദുആ കേൾക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ, ഒരു സൃഷ്ടിക്കും അതിന് കഴിയില്ല. അതുകൊണ്ടാണ് സങ്കല്പിച്ചാൽ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. അല്ലെങ്കിൽ സങ്കല്പിച്ചാൽ എന്ന് പറയേണ്ട ആവശ്യമില്ല, അത് എല്ലാവർക്കും ബാധകമാണ്. അതേപോലെ ഏതു പടപ്പും ദുആ കേൾക്കാനോ ഉത്തരം ചെയ്യാനോ സാധിക്കുന്നവർ അല്ല എന്ന കാര്യത്തിലും സംശയിക്കാനില്ല. എന്നാൽ ഒരു വിളി ശിർക്കാകുന്നത് ഈ പറഞ്ഞ മാനദണ്ഡം അങ്ങേ അറ്റത്ത് താഴ്മയും വിനയവും എന്ന മാനദണ്ഡ പ്രകാരമാണ് ഒരു വിളി ശിർക്കാകുന്നതും ശിർക്കാകാതിരിക്കുന്നതും. രണ്ടും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നാണ് സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് മൗലവിയുടെ ആ ഒരു അറിയാനുള്ള ആഗ്രഹം അൽഹംദുലില്ലാഹ് നല്ലത് തന്നെയാണ്. നമ്മളൊക്കെ അദ്ദേഹത്തെ മാനിക്കുന്നു, ആദരിക്കുന്നു. റബ്ബ് ഇനിയും ഈ രംഗത്ത് സേവനം ചെയ്യാനുള്ള തൗഫീഖ്